ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. എന്നാറെ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുന്നുണ്ട്, യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ബേത്ത്ലേഹേമിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു നവോമിയുടെ കുടുംബം. നവോമി, എലിമെലക്ക്, മഗ്ലോൻ, കില്യോൻ 4 പേരടങ്ങുന്ന ഈ കുടുംബം ബേത്ത്ലേഹേമിൽ പാർത്തു വരുമ്പോൾ ദേശത്തിലൊരു ക്ഷാമം, അതികഠിനമായി എന്ന് പറയുവാൻ കഴിയുന്ന ക്ഷാമമല്ല എങ്കിലും ആ ക്ഷാമകാലത്ത് അവർ മോവാബ് ദേശത്തേക്ക് ഓടിപ്പോവുകയും മോവാബ് ദേശത്തിലെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഒരു കുടുംബത്തിലെ നായികയായിരുന്നു നവോമി. ഈ നവോമി മോവാബ് ദേശത്തിലെത്തിയപ്പോൾ അവിടെ വെച്ച് അവളുടെ ഭർത്താവ് മരിക്കുന്നു. മഗ്ലോൻ, കില്യോൻ 2 മക്കൾ മരിക്കുന്നു, മരുമക്കളും. നവോമി മാത്രം ശേഷിക്കുമ്പോൾ അവളുടെ ചെവിയിലൊരു വാർത്ത ആദ്യമായി കേൾക്കുന്നത് ഇതാണ്: ബേത്ത്ലേഹേം അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണമായി തീർന്നിരിക്കുന്നു. അവൾ കഴിഞ്ഞ കാല അനുഭവങ്ങളെ ഓർത്ത് അനുതപിച്ച് ബേത്ത്ലേഹേമിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യപ്പെടുകയും മടങ്ങി വന്ന നവോമിയെ ജനം മുഴുവനും എതിരേറ്റ് ചെന്ന് ജനം മുഴുവനും, പട്ടണം മുഴുവനും ആർത്തുകൊണ്ട് അവളുടെ പിന്നാലെ എത്തി, നവോമി മടങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കണ്ട, മാറ എന്ന് വിളിപ്പീനെന്ന് പറഞ്ഞ് നവോമി വേദനയോട് പറയുന്ന വാക്കുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. വളരെ പരാജയം അനുഭവിച്ച നവോമി ജീവിതത്തിൽ ദൈവകൃപ വിട്ട് അകന്നു പോകുന്ന ഒരു വ്യക്തിക്ക് നിഴലായി നിലകൊള്ളുമ്പോൾ, അപ്രകാരം അകന്നു പോയാലും അപ്രകാരമുള്ള വ്യക്തികളെ തള്ളിക്കളയാത്തൊരു സർവശക്തനായ ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നവോമിയെ ദൈവം മടക്കി വരുത്തുക മാത്രമല്ല, മോവാബ് ദേശക്കാരിയായ രൂത്തിനെ തന്നോടുകൂടെ മടക്കി വരുത്തുകയും രൂത്തിൽ കൂടെ പിന്നെയും നവോമിയുടെ മടിയിൽ ഒരു തലമുറയെ എത്തിച്ചു കൊടുത്ത സർവശക്തനായ ദൈവത്തെക്കുറിച്ച് 14-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു: സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. തകർന്നു കിടന്ന, ഇനി നവോമിയുടെ പേര് ഓർക്കുവാൻ കഴിയാത്ത നിലകളിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി കിടന്ന നവോമിയെ വീണ്ടെടുത്ത് അവളുടെ പേര് നിലനിർത്തുവാൻ, അവളുടെ കുടുംബത്തിൻ്റെ പേര് നിലനിർത്തുവാൻ തക്ക നിലകളിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചൊരു വീണ്ടെടുപ്പുകാരനെ ദൈവം നൽകുവാനിടയായി. പ്രിയ ദൈവജനമേ, ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധി വിട്ട് എപ്പോഴെങ്കിലും അന്യപ്പെട്ട് അകന്നുപോയാണോ നാം ഇന്നനുഭവിക്കുന്ന വേദനകളിൽ കൂടെ ആയിരിക്കുന്നത്? നിശ്ചയമായും ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് നിന്നും ഒരു വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ നാമം നമ്മിൽ എഴുതി ചേർക്കുവാനും ദേശത്തിൻ്റെ മധ്യത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാനും കർത്താവ് താല്പര്യപ്പെടുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് മടങ്ങി വരാം. ആ വീണ്ടെടുപ്പുകാരൻ ഈ പ്രഭാതത്തിൽ നമ്മെ സ്വീകരിപ്പാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ശക്തനത്രേ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വവല്ലഭനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. അവിടുത്തെ കൃപയ്ക്കും സാന്നിധ്യത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവിൽ നിന്ന് എപ്പോഴെങ്കിലും ഞങ്ങൾ അകന്നു പോയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ മടക്കി വരുത്തുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും കർത്താവെ, അവിടെ നിന്ന് അകന്നു പോയിട്ട് ആയിരിക്കുന്ന സാഹചര്യത്തിൽ സംതൃപ്തരായി തുടരുവാൻ അനുവദിക്കാതെ വണ്ണം ഒരു മടങ്ങി വരവിനായി ഞങ്ങളെ സഹായിക്കും. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ തിരുസന്നിധി മടങ്ങി വരുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരും. ഈ ദിവസത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ.